ഹലോ ഗെയ്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മുടി തഴച്ചു വളരാൻ വേണ്ടി തലയിൽ എങ്ങനെ എണ്ണ പുരട്ടാം എന്നൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതിനാവശ്യമായി വേണ്ടത് ഇതുപോലൊരു പ്ലേറ്റ് ആണ്, അതുപോലെ നമ്മുടെ പനിക്കൂർക്കയും വേണം. അതാണ് ഇതിൽ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഒന്ന് കത്തിച്ചതിന് ശേഷം ഈ പ്ലേറ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് ഈ പ്ലേറ്റ് ഒന്ന് ഒരു 2 സെക്കൻഡ് സമയം മതി. പ്ലേറ്റ് വേഗം ചൂടാകും. കാരണം ഇതിനധികം കട്ടിയൊന്നും ഇല്ലാത്തൊരു പ്ലേറ്റ് ആണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ച് ചൂടാക്കുക. അതിനുശേഷം മാറ്റി വെക്കുക, തീ ഓഫ് ആക്കുക. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ, ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പം ഞാൻ ആ പാത്രത്തിലേക്ക് കുറച്ച് നമുക്ക് തലയിൽ തേക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു. എനിക്ക് മുടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും എണ്ണ ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം 2 പനിക്കൂർക്ക ഇല എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പിച്ചി ഇട്ട് കൊടുക്കുക. പനിക്കൂർക്കയോ തുളസിയോ അങ്ങനെ പലതും നമുക്ക് ഇതിനകത്ത് ഇടാം. ഉലുവ വേണമെങ്കിലും ഇടാം ഇതുപോലെ കേട്ടോ. ഇപ്പം ഞാൻ പനിക്കൂർക്കയാണ് ഇട്ടിട്ടുള്ളത്. അതിനൊരു നല്ല മണമൊക്കെയാണ്. അതിനുശേഷം ഞാൻ ഒന്നും കൂടി ഈ തീ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഇത് ചൂടാക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കത്തുള്ളൂ. ചെറിയൊരു ഫ്ലെയിമിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് തീ ഒന്ന് കത്തിക്കുന്നുണ്ട്. ശേഷം നമ്മൾ പനിക്കൂർക്ക ഇട്ട ആ പാത്രവും എണ്ണയും ഒന്നും കൂടി ഒന്ന് ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് ജസ്റ്റ് ആക്കി എടുത്തു. അപ്പോൾ തന്നെ എണ്ണ നല്ലതായിട്ട് ചൂടായി. ഇത്രയും ചൂടോട് നമ്മൾ തലയിൽ തേക്കരുത്. അതിനൊരു ചെറു ചൂടോട് വേണം നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കാൻ. ഏത് എണ്ണയാണെങ്കിലും ഒരു ചെറിയ ചൂടോട് തലയിൽ തേക്കുന്നത് നമ്മുടെ മുടി വളരാനും മുടി സംരക്ഷണത്തിനും എല്ലാം ഒത്തിരി ഉത്തമമാണ്. അതിനുശേഷം ഞാൻ ചീപ്പെടുത്ത് തലയിൽ താരനുണ്ട്, അത് ഓരോ വകുപ്പ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചോഞ്ഞിളക്കുന്നുണ്ട്. ചെറിയതായിട്ടുള്ള താരനുള്ളൂ, അത് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ചീർപ്പിൻ്റെ വകുപ്പെടുത്ത ഭാഗത്തേക്ക് നമ്മളിപ്പം ഇളം ചൂടുള്ള എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. റൂട്ടിലാണ് എപ്പോഴും തേച്ച് കൊടുക്കേണ്ടത്, അതുപോലെ പിരികത്തിലും ഒക്കെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഒരു ചെടി നട്ടാൽ അതിന് വളം എപ്പോഴും നമ്മൾ അതിൻ്റെ വേരുകളിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെയാണ് നമ്മുടെ മുടിയിലും നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ മുടിയുടെ റൂട്ടിലാണ് എപ്പോഴും ചെയ്തു കൊടുക്കേണ്ടത്. എണ്ണ അതുപോലെ റൂട്ടിൽ തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ എത്രയുമാണോ അത്രയും എടുത്താണ് ചൂടാക്കി ഇതുപോലെ ആക്കിയിട്ട് തേച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്കറിയാവുന്നതുപോലെയുള്ള ചെറിയൊരു മസാജ് തലയ്ക്ക് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. എണ്ണ തേച്ചതിന് ശേഷം ചെറിയൊരു മസാജ് കൊടുക്കുന്നത് നമ്മുടെ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ ഒത്തിരി ഉപകാരമാണ്. നല്ലതായിട്ട് ബ്ലഡ് സർക്കുലേഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ എല്ലായിടത്തും നമ്മുടെ ഈ റൂട്ടിൽ എല്ലായിടത്തും നമ്മൾ ഈ ചൂടാക്കിയ എണ്ണ തേച്ച് കൊടുക്കാവുന്നതാണ്. ഇതിലിപ്പം ഞാൻ പനിക്കൂർക്കയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പനിക്കൂർക്ക ഇടുന്നത് നമുക്ക് ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. അതുപോലെ നമുക്ക് ഉലുവ ഇടാം, തുളസിയില ഇടാം. ഉലുവ ഇട്ടുണ്ടാക്കുന്ന എണ്ണ നമുക്ക് 1 ദിവസം 2 ദിവസമൊക്കെ മാറ്റി വെച്ചിട്ട് വീണ്ടും നമുക്ക് ആവശ്യം വരുമ്പോൾ ചൂടാക്കി ഉപയോഗിക്കാവുന്നതാണ് തലയിൽ. മാക്സിമം നമ്മൾ എണ്ണ തേക്കുമ്പോൾ തലയിലെ ഉടക്ക് അഥവാ മുടി കട്ടിയായിട്ടിരിക്കുമ്പോൾ നമുക്കൊരവസ്ഥയുണ്ടല്ലോ, മുടി അതൊക്കെ ഒന്ന് ചീപ്പ് വെച്ച് ചീവി ശരിയാക്കിയതിന് ശേഷം എണ്ണ തേക്കുക. ഇളം ചൂടാണ് വേണ്ടത്. അത് ഞാൻ പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നുണ്ട്. നല്ല ചൂടോട് തേച്ച് കഴിഞ്ഞാൽ തല പൊള്ളിപ്പോവും. അതുകൊണ്ട് ഇളം ചൂടോട് വേണം മുടിയിൽ തേച്ച് പിടിപ്പിക്കാൻ. റൂട്ടിലെല്ലാം തേച്ചതിന് ശേഷം നമ്മുടെ മുടിയുടെ താഴ്വശത്തും ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. നല്ലതായിട്ട് എല്ലായിടത്തും തേച്ച് കൊടുക്കുക. പുരുകത്തിലും ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ പുരുകത്തിൽ ചെറുതായിട്ട് താരൻ വീണിട്ട് പുരുകം പൊഴിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എണ്ണ പുരുകത്തിലും തേച്ച് കൊടുത്തത്. അതിനുശേഷം ഇതുപോലൊന്ന് കെട്ടിവെക്കുക. ഇതാണ് അമ്മച്ചിക്കെട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ അമ്മച്ചിക്കെട്ടെന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. ഇത് എത്ര കെട്ടിവെച്ചാലും അഴിഞ്ഞൊന്നും പോകത്തില്ല. നല്ല സേഫ് ആയിട്ടിരിക്കും. നമ്മൾ പുറത്ത് പോവുകയാണെങ്കിലും ഇങ്ങനെയൊക്കെ കെട്ടിക്കൊണ്ട് പോകാൻ പറ്റും. നല്ലൊരു കെട്ടാണ്. ഇതിന് പ്രത്യേകിച്ച് എക്സ്ട്രാ ക്ലിപ്പുകളൊന്നും വേണ്ട. ഇത് ഇങ്ങനെ കെട്ടിവെച്ചാൽ അങ്ങനെ ഇരുന്നോളും. അഴിഞ്ഞു പോകുന്നതെന്ന് തോന്നുമ്പോൾ ഊരി ഒന്ന് കെട്ടിയാൽ മതി. അത്ര വേഗമൊന്നും അഴിഞ്ഞൊന്നും പോകത്തില്ല. ബാക്കി ഉണ്ടായിരുന്ന എല്ലാ എണ്ണയും എടുത്ത് ഞാൻ ആ തലയിൽ തേച്ചിട്ടുണ്ട്. ഒന്നുപോലും ബാലൻസ് ഇല്ലാതെ ആ പാത്രം വടിച്ച് ഞാൻ എണ്ണ തലയിൽ തേച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നിങ്ങളിങ്ങനെ തലമുടിയൊക്കെ കെട്ടി വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ലൂസ് ഉണ്ടാവണം. ഇതുപോലെ ടൈറ്റാക്കി വെക്കരുത് ഒരിക്കലും. അങ്ങനെ മുടി വലിഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മുടി പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ലൂസാക്കി മാത്രമേ നിങ്ങളുടെ മുടി കെട്ടി വെക്കാവൂ. ചീവുമ്പോഴാകുമ്പോഴും ഇതുപോലെ ടൈറ്റാക്കി വെക്കരുത്. അതിനുശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് കഴുകി ബാക്കിയുള്ള ശേഷം എൻ്റെ മുടിയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്.
നമ്മുടെ മുടി കഴുകാനായിട്ട് താളി അഥവാ അല്ലെങ്കിൽ ഷാമ്പു ഏതെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇതുപോലെ നമ്മൾ എണ്ണ തേക്കുമ്പോഴല്ലേ എപ്പോഴും തേച്ച് കൊടുക്കുക. ഒത്തിരി സമയമൊന്നും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ബൈ ബൈ.